ഒരാൾ സെലിബ്രിറ്റി ആവുകയോ സമ്പന്നനാവുകയോ ചെയ്യുന്നതായിട്ട് നമ്മുടെ സമൂഹത്തിൽ കണ്ടാൽ സ്ത്രീകൾ ഉടനെ അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും. ദുരാഗ്രഹികളായിട്ടുള്ള ഈ സ്ത്രീകളാണ് സെലിബ്രിറ്റിയായിട്ടുള്ള ആളുകളിലേക്ക് ഒഴുകി അവരിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷം അവരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുകയും അവരുടെ പണത്തെയും മറ്റ് പവറിനെയൊക്കെ കണ്ടുകൊണ്ട് അവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുകയും കുറച്ച് നാളുകൾക്ക് ശേഷം അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുകയും അവർക്കെതിരെ വലിയൊരു ചോദ്യമായി അവർ വരികയും ചെയ്യുകയാണ് പലപ്പോഴും കാണുന്നുള്ളത്. അവർക്കെതിരെ പീഡന കേസുകൾ കൊടുക്കുന്നു. നിയമം അവർക്ക് സ്ത്രീകൾക്ക് എത്ര അനുകൂലമാണോ അത്രത്തോളം ആ നിയമത്തെ അവർ വളച്ചൊടിച്ചുകൊണ്ട് സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകൾക്ക് നേരെ ഒരു യുദ്ധം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഒരു ശത്രുവുണ്ട്. അതൊരു പുരുഷനാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ആ മുന്നിൽ വന്നേ അടിക്കുകയുള്ളൂ. എന്നാൽ അതൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ ഭയപ്പെടണം. കാരണം അത് പിറകിൽ നിന്നടിക്കും ശക്തമായ അടി. കാരണം നിയമം അവർക്കുള്ളതാണ്. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദുരാഗ്രഹികളായിട്ടുള്ള സ്ത്രീകൾ ഈ പുരുഷന്മാരുടെ അല്ലെങ്കിൽ സമ്പന്നമായിട്ട് അല്ലെങ്കിൽ ഇച്ചിരി മുന്നോക്കം നിൽക്കുന്ന പുരുഷന്മാരെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നത് എന്നുള്ള സത്യം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് സമ്പത്തിനോടുള്ള ആഗ്രഹം തന്നെയാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ ഒരിക്കലും സെലിബ്രിറ്റികളായിട്ടല്ല അവർ പോകുന്നത്. അവർ ഇതുപോലുള്ള സെലിബ്രിറ്റികളുടെ കൂടെ പോവുകയാണ്. അവരാഗ്രഹിക്കുന്നത് ഇയാളുടെ സമ്പത്തും അല്ലെങ്കിൽ ഇയാൾ നേടിയെടുത്തിട്ടുള്ള കഴിവുകളും ഒക്കെ വെച്ചിട്ട് അവരോടൊരു ചിലപ്പോൾ ഒരു ക്രഷ് തോന്നിയിട്ടാവാം, ചിലപ്പോൾ അയാളുടെ സമ്പത്തിനോടുള്ള ഇഷ്ടം തോന്നിയിട്ടാവാം. എന്ത് തന്നെയായാലും ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ലോകത്ത് ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇത് മനസ്സിലാക്കാതെ ഈ സ്ത്രീകൾ ഓടിക്കൂടി ഇയാളിലേക്ക് ഓടിക്കൂടി ഈച്ച പറ്റും പോലെ ഓടിക്കൂടുമ്പോഴേക്കും അയാൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ സെലക്ട് ചെയ്യുകയും പിന്നെ കുറച്ച് റിലേഷനൊക്കെ അങ്ങോട്ട് ആരംഭിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് പിന്നെയുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇവളുടെ ചൊൽപ്പടിക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ നിർത്താനായിട്ട് ഒരു ചരട് അവൾ ഇവൻ്റെ അരയിൽ കെട്ടുന്നുണ്ട്. ഈ ചരട് ഇവളുടെ കൺട്രോളിൽ ആവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവൾ പതുക്കെ അവൻ്റെ ശത്രുവായി മാറും. ഉടനെ തന്നെ അവൾ നിയമപരമായിട്ട് നിയമത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവനെതിരെ അതിശക്തമായിട്ട് പോരാടും. വലിയൊരു യുദ്ധം തന്നെ തുടങ്ങും. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ശത്രു ഒരു സ്ത്രീയാണെങ്കിൽ അവൾ ഏത് ആയുധവും പ്രയോഗിക്കും. നിങ്ങൾക്കെതിരെ എന്ത് വിധേനയും അവളുടെ ഭാഗം ജയിക്കാൻ വേണ്ടി അവൾ പരിശ്രമിക്കും എന്നുള്ള സത്യത്തെ ഒരു മനുഷ്യൻ മനസ്സിലാക്കാനുണ്ട്. അവിടെ കള്ളങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് കഴിവതും സ്ത്രീകളിൽ നിന്ന് അകലം പാലിക്കുക ഈ വക കാര്യങ്ങളിൽ എന്നാണ് ഞാൻ സെലിബ്രിറ്റികളായിട്ടുള്ളവരാണേലും അല്ലാത്തവരാണേലും നമ്മുടെ സുഹൃത്തുക്കളാണേലും അവരോടൊക്കെ പറയാനുള്ളത്. നിങ്ങളൊരു സ്ത്രീയെ ഒരിക്കലും ശത്രുവാക്കാൻ പോകണ്ട. അവരെ വിട്ടേക്കുക, അവരുടെ വഴിക്ക് വിട്ടേക്കുക. അവരെങ്ങനെയോ പൊക്കോട്ടെ. ഇനി നിങ്ങളിപ്പം ഒരു സ്ത്രീയെ നിങ്ങൾ പറയുകയാണ്, ഒരു സ്ത്രീ എൻ്റെ തോളിൽ കയറാൻ വന്നു ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വിട്ടേരെ, അത് വേറെ ആരെങ്കിലും തോളിൽ പോയി തൂങ്ങിക്കോളും എന്നും പറഞ്ഞ് മറ്റൊരുത്തൻ എന്തായാലും പോവും. എന്തായാലും ഈ സ്ത്രീകളുടെ പൊതുവായിട്ടുള്ള ഈ ഒരു സ്വഭാവത്തെ മാറ്റാൻ അവർക്ക് കഴിയത്തില്ല. എല്ലാ സ്ത്രീകളെയും അല്ല പറയുന്നത്, നല്ല സ്ത്രീകളുണ്ട്. എന്നാൽ ചിലർ സമ്പത്തിനെ ആഗ്രഹിക്കുന്ന ദുരാഗ്രഹികളായിട്ടുള്ള സ്ത്രീകളുടെ കാര്യമാണ് ഈ പറയുന്നത്. എല്ലാ സ്ത്രീകളും അല്ല. നമുക്കൊക്കെ അറിയാം, നമ്മളെ കുടുംബത്തിൽ ഏറ്റവും സ്നേഹവും കാരുണ്യവും ഒക്കെ ഉള്ളത് ഒരു പുരുഷനേക്കാൾ സ്ത്രീക്കാണ്. നമ്മളുടെ അമ്മയ്ക്ക്, നമ്മുടെ അമ്മമാർക്ക് നമ്മോടുള്ള കാരുണ്യം എത്രത്തോളമാണ് നമ്മളെല്ലാവരും കണ്ടവരാണ്. എല്ലാ മനുഷ്യരും കണ്ടവരാണ്. അതേപോലെ കാരുണ്യവതികളായിട്ടുള്ള സ്ത്രീകൾ ഈ ലോകമാണിത്. എന്നാൽ ചിലർ മാത്രം ഈ സമ്പത്തിനെയും പൈസയും ഒക്കെ മോഹിച്ചുകൊണ്ട് ഇതുപോലുള്ള ആളുകളുടെ പിറകെ പോയിട്ട് സ്ത്രീ എന്ന കുലത്തിന് തന്നെ അപമാനമുണ്ടാക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളടുത്ത് പറയുകയാണ്, ഇതെല്ലാം വ്യാജമാണ്. ഇതൊന്നും സത്യമല്ല. ഇത് ആണുങ്ങളെ മനഃപൂർവ്വം കരിവാരിത്തേക്കാനാണ്. അതിനെതിരെയുള്ള പോരാട്ടത്തിനാണ് രാഹുൽ ഈശ്വർ ജയിലിലായിട്ടുള്ളത്. അതിനെതിരെയുള്ള പോരാട്ടമാണ് ഇത്. പോരാട്ടം തന്നെയാണ്. അതിനെതിരെയുള്ള ആദ്യ പടി എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതിനുള്ള ആദ്യ പടി ഇങ്ങനെ വരുന്നതിനെ അകറ്റി നിർത്തുക എന്നുള്ളതാണ്. കൊറോണ വൈറസ് ഇവിടെ മൊത്തം സ്പ്രെഡായപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? അകലം പാലിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇത് അതിനേക്കാൾ വലിയൊരു വൈറസാണെന്ന് പുരുഷന്മാർ മനസ്സിലാക്കുക. ഈ വൈറസിൽ നിന്ന് അകലം പാലിക്കുക. നല്ല ബന്ധങ്ങൾ മാത്രം തുടരുക. സ്ത്രീ പുരുഷൻ എന്ന പക്ഷഭേദത്തോടു കൂടി കാണാതെ അതൊരു വ്യക്തിയാണ്, ഒരു വ്യക്തിത്വമാണ് എന്ന രീതിക്കാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അവിടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. നിങ്ങൾ ഒരു വ്യക്തി എന്നുള്ള പരിഗണന മാത്രം സ്ത്രീകൾക്ക് കൊടുക്കുക. അല്ലെങ്കിൽ അത് വേറെ സ്ത്രീ ഇത് പുരുഷൻ എന്നുള്ള കൺസെപ്റ്റ് ഒന്നും വേണ്ട. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇതുപോലെ സെലിബ്രിറ്റി ആകുന്നത് വരെ അവർ സമൂഹത്തിലെങ്ങും അറിയപ്പെടാതെ അവർ യാതൊരു കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെടാതെ ഒക്കെ ജീവിക്കുന്ന ഒരു വ്യക്തി സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ പലതരം കേസുകളൊക്കെ ആയിട്ട് അകത്ത് പോവുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കേസിൻ്റെ കാര്യം മാത്രമേ നമ്മളിവിടെ പറഞ്ഞുള്ളൂ, സ്ത്രീ പീഡനം. അതുപോലുള്ള പല കേസുകളുമായിട്ട് അവർ അകത്ത് പോവുകയാണ്. അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നുകൂടെ മനസ്സിലാക്കുക, നമുക്ക് 2 കണ്ണുകളാണ്, നമ്മളെ കാണുന്ന 1000 കണ്ണുകളാണ്. അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച, ഒരാൾ എങ്ങനെയെങ്കിലും ഒരു സെലിബ്രിറ്റി ആയ അല്ലെങ്കിൽ ഒരു 10 പേര് അറിയപ്പെടുന്ന ഒരാളായി കഴിഞ്ഞാൽ ഒരു കേസ് അല്ലെങ്കിൽ ഒരു ജയിൽ ജീവിതം, ഒരു പീഡന കേസ് മസ്റ്റായിട്ട് അയാളുടെ മണ്ടയിൽ വന്ന് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് അങ്ങനെ ആരും ഊരിപ്പോകാനൊന്നും പെട്ടെന്ന് സാധിക്കാത്ത രീതിയിൽ അവരെ പല വിധത്തിൽ സർക്കാരാണെങ്കിലോ അല്ലെങ്കിൽ പോലീസാണെങ്കിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ സമൂഹം തന്നെയാണെങ്കിലോ ആക്രമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്, എന്താണ് ഇതിനൊക്കെയുള്ള കാരണങ്ങൾ എന്ന് നമ്മൾ ഇന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്.
നമുക്ക് നോക്കാം. സെലിബ്രിറ്റികൾ പീഡനക്കേസ്, ലൈംഗികാരോപണം, ഹരാസ്മെൻറ്റ് എന്നിവയിൽ തുടങ്ങുന്നത് തുടർച്ചയായി വർദ്ധിക്കുന്ന പോലെ തോന്നുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. ഒന്നാമതായിട്ട് സെലിബ്രിറ്റികളുടെ ഓരോ ചുവടും ക്യാമറയും മീഡിയയും പിന്തുടരുന്നത് ഒരു ശ്രദ്ധേയമായൊരു കാര്യമാണ്. ചെറുതായാൽ പോലും വലിയ കാര്യമായി അത് ലോകത്തെല്ലായിടത്തും എത്തും. സാധാരണ ആളിന് ഒളിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു സെലിബ്രിറ്റിക്ക് അങ്ങനെ പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമായിട്ടുള്ള ആദ്യത്തെ കാരണം. ഇനി ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ഏറ്റവും കൂടുതൽ പീഡനം, സ്ത്രീ പീഡനം എന്ന് പറയുന്ന കേസുകൾ ഈ സെലിബ്രിറ്റികളെ കൊണ്ടാണ്, ഈ സെലിബ്രിറ്റികളുടെ മേൽ വരുന്നത്. എന്തുകൊണ്ടാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളുടെ പിറകെ സ്ത്രീകൾ പോകുന്നു എന്നൊരു കാരണം കൊണ്ടാണ്. സ്ത്രീകൾ പോകാതെ അവർ ബഹിരാകാശത്തുനിന്നുള്ള അന്യഗ്രഹ ജീവികളൊന്നും പിടിച്ച് പീഡിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ സ്ത്രീകൾ, പണം അല്ലെങ്കിൽ അധികാരം അല്ലെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ അറിയപ്പെടുന്ന വ്യക്തികൾ എന്നിവരെ സ്ത്രീകൾ അവരുടെ പിറകെ പോകുന്നുണ്ട്. സ്ത്രീകൾ അവരുടെ പിറകെ പോവുകയും അവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ലോകത്ത് ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണ് കൂട്ടുകാരെ, ഈ ലോകത്ത് ഒരു വ്യക്തിക്കും ഒരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരിക്കും, എന്നാൽ അക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഈ സെലിബ്രിറ്റിയാണ് ഈ ഒരു വെട്ടവും വെളിച്ചമൊക്കെ കാണുമ്പോൾ അവരെ മറ്റുള്ളവരൊക്കെ എടുത്ത് ഉയരങ്ങളിലേക്ക് കയറ്റി വെച്ചേക്കുന്നത് കാണുമ്പോൾ ഈ സ്ത്രീകൾ സ്വാഭാവികമായിട്ട് അവരിലേക്ക് ഒരു ഒഴുക്കുണ്ടാവും. അതിൽ നിന്ന് ചില സ്ത്രീകൾ അവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കും. പിന്നെ അത് പറ്റത്തില്ല എന്ന് കാണുമ്പോഴത്തേന് അത് കേസായിട്ട് മാറും. ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 2 കണ്ണുകളാണ്. നമ്മളെ കാണുന്നത് 1000 കണ്ണുകളാണ്. സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളെ കാണുന്ന ഒരുപാട് കണ്ണുകൾ അവരെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം പലപ്പോഴും അവർ തന്നെ ഓർക്കാതെ വിട്ടുപോകും. കാരണം സ്വാഭാവികമായി നമ്മളെ എല്ലാവരെയും പോലെ സാധാരണ മനുഷ്യരാണ് അവരും എന്നുള്ള കാര്യം അവരും ഇടയ്ക്കിടയ്ക്ക് അങ്ങ് വിട്ടുപോകും. അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ് ഇത്. അവരെ പ്രതികൂലമായിട്ട് തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ അവരെ ബാധിക്കാറുണ്ട് പലപ്പോഴും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ചിലർക്ക് അധികാരവും പണവും പ്രസക്തിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനെയൊക്കെ അവർ ദുർവിനിയോഗം ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഒന്നുമില്ലാത്ത കാലത്ത് നമ്മൾ സാധാരണക്കാരനും നന്മയുള്ളവനും നല്ല മനുഷ്യനൊക്കെ ആയാൽ പണം വരുന്ന സമയത്ത് അവർ ഇതുപോലുള്ള ദുർവിനിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വിനിയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, നിയന്ത്രണം നഷ്ടപ്പെടുത്തുക. സ്വന്തം നിയന്ത്രണം പണത്തിൻ്റെ കയ്യിൽ, അതായത് നമ്മൾ പണ്ടൊക്കെ പാട്ട് കാണാനുള്ള ഒരു പാട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ തമിഴിൽ, കയ്യിൽ കൊഞ്ചം കാസ് ഇരുന്നാൽ നീതാൻ അതുക്ക് യജമാനൻ, കഴുത്ത് വരയ്ക്കും കാസ് ഇരുന്നാൽ അതുതാ ഉണക്ക് യജമാനൻ എന്നൊരു തമിഴ് പാട്ടിലെ വരികൾ ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. അതുപോലെയാണ് ഈ കഴുത്ത് വരയ്ക്ക് കാശായി കഴിഞ്ഞാൽ ആ കാശാണ് പിന്നെ മനുഷ്യനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളൊരു കാര്യം. ആ നിയന്ത്രണത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തമാവാനുള്ള വിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അത്രത്തോളം ഈ മുകളിലേക്ക് എത്തിയിട്ടും നിങ്ങൾ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യാവുള്ളൂ എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഇതിൻ്റെ പേരിൽ തെറ്റുകളിലേക്ക് ഒരുപാട് പോവുകയാണ്. മറ്റൊന്ന്, വ്യാജ കേസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളുടെ പേരിൽ വ്യാജ കേസ് നമുക്കറിയാം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ കേസിൻ്റെ പേരിൽ നമ്മുടെ രാഹുൽ ഈശ്വറൊക്കെ അകത്ത് പോയി കിടക്കുന്നത് ഒരു കാര്യവുമില്ലാതെയാണ് എന്ന് നമുക്കറിയാം. പലപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുന്നു, പുരുഷന്മാർക്കും ഇവർ ജീവിക്കണം, അവർക്കും സാധാരണ മനുഷ്യത്വം അവരുടെ മേലും ഉണ്ടാവണം എന്നുള്ള രീതിയുടെ പേരിലാണ് ഞാൻ ജയിലിൽ പോകുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, ഏതൊരു വ്യക്തി ഇവിടെ പുതിയ നിയമത്തെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നോ ആ വ്യക്തിക്ക് ജയിൽ ജീവിതം തന്നെയാണ് വിധിച്ചിട്ടുള്ളത് എന്നുള്ളൊരു സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ജയിൽ ജീവിതത്തിലൂടെ മാത്രമേ ഈ ലോകത്ത് പുതിയൊരു മാറ്റം മറ്റൊരാൾ കൊണ്ടുവന്നിട്ടുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രശസ്തരായിട്ടുള്ള ആളുകൾ കൂടുതലും ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇന്നലകളെ നോക്കിയാൽ മനസ്സിലാവും, ഏറ്റവും മോശം ആളുകളും ഏറ്റവും നല്ല ആളുകളും ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നിട്ടുള്ളവരും എല്ലാം പോയിട്ടുള്ള ജയിലാണ് എന്നും പറഞ്ഞ് പീഡന കേസിൽ ജയിലിൽ പോയിട്ടുള്ളവർ ഇവിടെ പുതിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് എനിക്ക് അവകാശവാദമില്ല. എങ്കിലും മറ്റൊരു പുതിയൊരു മാറ്റം ഈ ലോകത്ത് കൊണ്ടുവരുന്നത് ഇവിടെ തുടർന്ന് പോകുന്ന നിയമങ്ങളും ഇതിനെയൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പലപ്പോഴും പലരും ജയിൽ ജീവിതം അനുഭവിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞ് പീഡന കേസ് അകത്ത് പോകുന്നതോ അല്ലെങ്കിൽ കൊലപാതക കേസ് അകത്ത് പോകുന്നതോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനി എല്ലാ കേസുകളും സത്യസന്ധമല്ല. ചിലപ്പോൾ പണം, ചിലപ്പോൾ പ്രതികാരം, അല്ലെങ്കിൽ ഈ മീഡിയ അറ്റൻഷൻ, ഇവയ്ക്ക് തെറ്റായ ആരോപണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി സെലിബ്രിറ്റി ആയപ്പോൾ ഒരു ആരോപണം വന്നാൽ പോലും അത് വലിയൊരു വാർത്തയാകാറുണ്ട് പലപ്പോഴും. ഇനി പ്രായവും ബന്ധങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെയാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ അകലവും പ്രൈവസി ഇല്ലാത്തതൊക്കെ ഇതിൻ്റെ ഒരു കാരണമാണ്. അതായത് നമ്മുടെ സമൂഹം ചിത്രീകരിക്കുന്ന, സമൂഹത്തിൻ്റെ കണ്ണിൽ കാണുന്ന, സമൂഹത്തിൽ നമുക്കറിയാലോ ഒരാളെക്കുറിച്ചുള്ള കുറ്റം നമ്മൾ ആരുടെങ്കിലും കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ നാട്ടിലെ ഊമ പോലും സംസാരിച്ച് തുടങ്ങും. അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരുടെ ബന്ധങ്ങളൊക്കെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത് പിൽക്കാലത്ത് കേസായി മാറാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഈ പരസ്പരമുള്ള ആദ്യത്തെ ഒരു അടുപ്പവും പിന്നെ അവർ കഴിഞ്ഞുള്ള കുറേ റിലേഷനും ഫിസിക്കൽ റിലേഷനും ഇതെല്ലാം കഴിഞ്ഞ ശേഷമുള്ള കേസാക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നിയമം സ്ത്രീകൾക്ക് അനുകൂലമാണ്. ആ അനുകൂലമായിട്ടുള്ള നിയമത്തെ എത്രത്തോളം വിനിയോഗിക്കാമോ അത്രത്തോളം മാക്സിമം അതിനെ അവർ വിനിയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മുൻപൊരു കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടം മുമ്പൊരു കാലഘട്ടം തമ്മിലുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ആൾക്കാർ പല കേസുകളും അല്ലെങ്കിൽ പല പീഡന കേസുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേടിച്ചിട്ട് ഭയം കൊണ്ട് പറഞ്ഞിട്ടില്ല, സമൂഹം പറഞ്ഞാലുള്ള പേടി അങ്ങനെയൊക്കെ കൊണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല കാര്യങ്ങൾ. ഇപ്പോൾ ആളുകൾക്ക് പേടി കുറഞ്ഞു. പല സംഭവങ്ങളും ഇപ്പോൾ പുറത്ത് വരുന്ന കാര്യങ്ങൾ ഇതുകൊണ്ടൊക്കെയാണ്. അതുപോലെ തന്നെ മീഡിയ ട്രെൻഡുകളും പൊളിറ്റിക്സുകളും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദം, അതുപോലെ തന്നെ സിനിമാ വ്യവസായം, ഉള്ളിലെ ഗ്രൂപ്പ് ഫൈറ്റുകൾ, അതുപോലെ തന്നെ ഒരു വ്യക്തിയെ താഴെ ഇറക്കാനുള്ള ശ്രമം, അതിൻ്റെ കരുക്കൾ നീക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവയും കേസുകൾ വലിയ വിഷയങ്ങളാക്കാനുള്ള കാരണങ്ങൾ ആയി മാറ്റാറുണ്ട് പലപ്പോഴും.
അതായത് ഒരു വിഭാഗം കേസുകൾ തെറ്റായ പ്രവർത്തനം കാരണം ഉണ്ടാകും, മറ്റൊരു വിഭാഗം തെറ്റായ ആരോപണമായിട്ടായിരിക്കും ഉണ്ടാവാറുള്ളത്. പ്രധാനമായിട്ടും സെലിബ്രിറ്റികളെ ചുറ്റുള്ള പവർ പൊളിറ്റിക്സ് അറ്റൻഷൻ മൂലം ഈ വിഷയങ്ങൾ കൂടുതൽ വാർത്തയാകുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നുമല്ല യഥാർത്ഥമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകമുണ്ടായ കാലം തൊട്ട് ചില സ്ത്രീകൾ സമ്പത്തുള്ളവനെയും അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നവനെയും മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈയാമ്പാറ്റകളെ കണക്ക് ഒരു പ്രകാശത്തിന് ചുറ്റും കിടന്ന് കറങ്ങുന്ന ഈയാമ്പാറ്റകളെ കണക്ക് വട്ടം കറങ്ങുകയും അത് അവനെ തന്നെ നാശത്തിലാക്കുകയും ചെയ്യുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ടാണ് പഴമക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത് സ്ത്രീ ഒരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കത്തില്ല എന്നുള്ളൊരു വാക്യം ഞാൻ ഒന്നുകൂടെ ഇവിടെ അവസരോചിതമായി ഓർമ്മിപ്പിക്കുകയാണ്. അവരൊന്നും വിവരക്കേട് പറഞ്ഞതല്ല, അവരൊക്കെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. ആ പഴയ കാലത്തുള്ള ആളുകളും എല്ലാ അനുഭവങ്ങളും കൊണ്ടാണ് പറയുന്നത്. നമുക്കറിയാം, മഹാഭാരതത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഭീഷ്മരും പരശുരാമനും തമ്മിലുള്ള യുദ്ധമൊക്കെ ഈ സ്ത്രീകൾ കാരണമായിട്ടുണ്ടായതാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ ഒരു നയത്തിലൊക്കെ നിർത്തി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലായ്പ്പോഴും അവർക്ക് മേലെയാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യകതയില്ല. അവരും ഒരു വ്യക്തികളാണ്. വ്യക്തി എന്ന് മാത്രം കാണുക, സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ള പക്ഷാഭേദത്തെ കാണാതിരിക്കുക. എല്ലാവരും ഓരോ വ്യക്തികളാണ്. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ കമൻറ്റുകളും മറ്റുമൊക്കെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക. അതൊരു പക്ഷേ മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറാം. നന്ദി.